Hi guys, welcome back to my channel. സ്പാർക്കിൾ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലാസ്റ്റ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ MOH ആണോ അതോ IGMH ഹോസ്പിറ്റൽ പോലെ ഉള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണോ ബെറ്റർ ഒരു കമൻറ്റ് നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ട്സ് എല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കുക. ഇപ്പോൾ ഇവിടെ പ്രയർ ടൈമാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോവാം. വീഡിയോയ്ക്ക് പോണതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ. എനിക്ക് എൻ്റെ കണ്ണ് ഫുള്ളായിട്ടങ്ങ് തുറക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പെട്ടെന്ന് നമുക്ക് ആ വീഡിയോയിലോട്ട് അങ്ങ് പോകാതെ ഒരുപാട് അങ്ങ് ഇലാബറേറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിനിസ്ട്രിയിലെ കീഴിലാണോ അതോ IGMH ആണോ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതിനുള്ള ആൻസർ ഇതാണ്. ഈ IGMH ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രിയുടെ കീഴിൽ തന്നെ വരുന്ന ഹോസ്പിറ്റലാണ്. പക്ഷേ ഇത് രണ്ടുമുള്ള, അതായത് നമുക്ക് മെയിൻലി മിനിസ്ട്രിയുടെ കീഴിൽ എന്ന് പറയുമ്പോൾ ഐലൻഡുകളാണ് ഡയറക്റ്റായിട്ട് വരിക. അപ്പോൾ ഐലൻഡുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2-3 വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് സെൻറ്ററുകളാണ് വരുന്നത്. സെയിം ടൈം ഓരോ ഐലൻഡിന് അറ്റോൾ ഉണ്ടല്ലോ, ആ അറ്റോളിൽ നമുക്ക് 24 ഹവറുള്ള ഹോസ്പിറ്റലാണ്. അല്ലാതെ ഉണ്ട് 24. അറ്റോളിൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവൈലബിൾ ആണ്. അങ്ങനെയാണ് പോകുന്നത്. സോ രണ്ടിടത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IGMH എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യം പറയാം. IGMHൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമുക്കുണ്ട്. അതുപോലെ എല്ലാ സർജറീസും കാര്യങ്ങളും എല്ലാം അവിടെ ചെയ്യും. സോ അപ്പോൾ അത്രത്തോളം കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ അത്രത്തോളം ഡ്യൂട്ടി നമുക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ഡ്യൂട്ടി ആയിരിക്കും. അതുപോലെ തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം പിന്നെ അതേ ഉള്ളൂ ഒരു നെഗറ്റീവായിട്ട് വരിക. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സാലറി കൂടുതലാണ്. സാലറി കൂടുതലെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സാലറി കൂടുതൽ നമ്മുടെ സർവീസ് അലവൻസ് ആണ് നമ്മളെ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ അതവിടെ കൂടുതലാണ്. പ്ലസ് OT ഒക്കെ വന്നു കഴിയുമ്പം അവിടെ നമുക്കൊരു 1 lakhന് മുകളിലോട്ട് സാലറി കിട്ടും. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് ഐലൻഡിലോട്ട് വരികയാണെങ്കിൽ, ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പീസ്ഫുൾ പ്ലേസാണ് ഐലൻഡ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ഈവൻ നിസ്സാരമായ വണ്ടികളുടെ ബഹളങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പൊല്യൂഷൻ ആയിട്ടുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഐലൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് പൊല്യൂഷൻസും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ പിന്നെ നമുക്ക് ഡ്യൂട്ടി വൈസ് വരുമ്പോൾ നമുക്ക് ഐലൻഡ് തന്നെയാണ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാം ആൻഡ് ക്വയറ്റായിട്ട് ഡ്യൂട്ടി ചെയ്യാം. ഒരുപാട് സ്ട്രെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. രണ്ട് ഇടത്ത് പറഞ്ഞാലും, അതായത് IGMH പറഞ്ഞാലും ഐലൻഡ് പറഞ്ഞാലും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അങ്ങനെയാണ് വരിക. അപ്പോൾ ഐലൻഡിൽ നമുക്ക് ഡ്യൂട്ടി ഒത്തിരി ഓവർലോഡായിട്ടുള്ള ഡ്യൂട്ടിയൊന്നുമില്ല. IGMHൽ ഓവർലോഡായിട്ടുമുണ്ട്. പക്ഷെ അവിടെ സാലറി കൂടുതലാണ്. നമ്മളിപ്പോൾ ഐലൻഡിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടുത്തെ അത്രയും സാലറി ഒന്നും കിട്ടില്ല. എന്നാലും നമുക്ക് ബേസിക്കലി നിയർ ടു ഒരു OT ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ ഒരു 95-1 lakhനൊക്കെ അടുത്ത് കിട്ടും. അത് OTയും കൂടി ഇൻക്ലൂഡഡ് ആണ്. വിതൗട്ട് OT ആണെങ്കിൽ നമുക്ക് 1 lakhൻ്റെ അടുത്തൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വരിക. അല്ലാതെ നമുക്ക് ഡ്യൂട്ടി എല്ലായിടത്തും നമുക്കറിയാലോ, നഴ്സുമാർക്ക് എല്ലായിടത്തും ഡ്യൂട്ടി ഒരേപോലെയാണ്, ഒരു ചേഞ്ചസും ഇല്ല. നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതും കാര്യങ്ങളും എല്ലാം തന്നെ ഡ്യൂട്ടിക്കൊന്നും വ്യത്യാസമില്ല. ആകെയുള്ള വ്യത്യാസം IGMHൽ ഇച്ചിരി വർക്ക് ഓവർലോഡുണ്ട്. പ്ലസ് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അത് ഞാൻ തിരക്കുണ്ട് വർക്ക് ലോഡാണെന്ന് പറയുന്നതിൻ്റെ കാര്യം ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുകയാണ്. നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ നമ്മൾ ബേസിക് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഹെൽത്ത് സെൻറ്ററിൽ നമുക്ക് ചെയ്യാത്തത് നമ്മൾ അറ്റോളിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അറ്റോളിൽ നിന്ന് നമുക്ക് ഇനിയും ട്രീറ്റ്മെൻറ്റ് മോറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മാലയിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യണത്. മാലയിൽ IGMH ഹോസ്പിറ്റലാണ് മെയിനായിട്ടും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ.
സോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഐലൻഡുകളിൽ നിന്നും അതുപോലെ അറ്റോളിൽ നിന്നും എല്ലായിടത്തു നിന്നും വരുന്ന പേഷ്യൻസാണ് IGMHലുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ അവിടെ വർക്ക് ലോഡ് വരും എന്നുള്ള കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ റിലേറ്റഡ് ആയിട്ട് വർക്ക് ലോഡ് വരുമെന്നൊന്നുമല്ല കേട്ടോ. ഇങ്ങനെയാണ് വർക്ക് ലോഡ് അവിടെ കൂടുതൽ, പക്ഷേ അതിനനുസരിച്ച് സാലറി ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ആ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെനിക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.